റമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ കോപ്പറേറ്റീവ് ലോയുടെ 8ാമത് ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത്തവണ ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വരെ പഠിച്ച വിഷയങ്ങൾ, അതായത് ലോയിലെ രജിസ്ട്രേഷൻ സംബന്ധിച്ചാണ് പഠിച്ചത്. ആ രജിസ്ട്രേഷൻ സംബന്ധിച്ച് ടൈം ലിമിറ്റുകളെ പറ്റി ആദ്യം പറയും. അതിനുശേഷം പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസുമാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ടൈം ലിമിറ്റ് നമുക്ക് നോക്കാം. സമയപരിധി ഓരോന്നിനും നിശ്ചയിച്ചിരിക്കുന്നു. ഒരു സംഘം രജിസ്ട്രേഷനുള്ള അപേക്ഷ ലഭിച്ച് 90 ദിവസത്തിനകം രജിസ്ട്രാർ അത് തീർപ്പാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ദിവസം ഓർത്തിരിക്കുക, 90 ദിവസത്തിന്. ഇനി നിരസിക്കുന്ന പക്ഷം, അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ 7 ദിവസത്തിനകം അതിൻ്റെ കാരണങ്ങൾ കാണിച്ച് നിരസന ഉത്തരവ് ചീഫ് പ്രൊമോട്ടർക്ക് കൊടുക്കണം. ഇനി നിരസിച്ചതിന് ആക്ഷേപം വല്ലതും ഉണ്ടെങ്കിൽ അത് 60 ദിവസത്തിനകം സർക്കാരിന് അപ്പീൽ നൽകാം. അപ്പീൽ കൊടുക്കേണ്ട ദിവസം 60 ദിവസത്തിനകമാണ്. രജിസ്ട്രേഷൻ്റെ അപേക്ഷ തീർപ്പാക്കാതിരുന്നാൽ അപേക്ഷ രജിസ്ട്രാറുടെ അധികാരങ്ങൾ പകർന്നു നൽകിയിട്ടുള്ള വ്യക്തിക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ രജിസ്ട്രാർക്കും, അതല്ല രജിസ്ട്രാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ സർക്കാരിനും നിവേദനം സമർപ്പിക്കുക. നിവേദനം ലഭിച്ച തീയതി മുതൽ 60 ദിവസത്തിനകം രജിസ്ട്രാറോ അല്ലെങ്കിൽ സർക്കാരോ യുക്തമായ തീരുമാനം എടുക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കണം. ആരാണോ നിരസിച്ച് അവർക്ക് നിർദ്ദേശം കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി റൂൾ 8A എന്താണ് പറയുന്നത്? റൂൾ 8A ആദ്യ പൊതുയോഗം വിളിച്ച് കൂട്ടുന്നതിനുള്ള അറിയിപ്പ് കൊടുക്കുന്നതിനെ പറ്റി. അപ്പോൾ അത് യോഗ തീയതിക്ക്, ആദ്യ പൊതുയോഗ തീയതിക്ക് 15 ദിവസം മുൻപ് ഓരോ അംഗത്തിനും ഇത് കൊടുക്കണമെന്ന് 25/11/2014 ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നതാണത്. 15 ദിവസം മുമ്പ് ഓരോ അംഗത്തിനും നോട്ടീസ് കൊടുത്തിരിക്കണം, ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടുന്നതിൻ്റെ. ഇനി അഫിലിയേഷൻ, സെൻട്രൽ സൊസൈറ്റിയിലും അതുപോലെ അപ്പെക്സ് സൊസൈറ്റിയിലും അഫിലിയേഷനെ പറ്റി സെക്ഷൻ 8A പറഞ്ഞായിട്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് കേന്ദ്ര സംഘത്തിലോ അല്ലെങ്കിൽ അപ്പെക്സ് സംഘത്തിലോ അഫിലിയേഷന് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുന്ന ഫോം നമ്പർ 31 ഇങ്ങനെ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അത് അപേക്ഷ അയക്കണം. അത് സ്വീകരിച്ച് അവരത് സ്വീകരിച്ച് 60 ദിവസത്തിനകം തീരുമാനം എടുക്കണം എന്നാണ് പറയുക. 60 ദിവസത്തിനകം. ഇനി തീരുമാനം എടുത്തില്ലെങ്കിൽ അഫിലിയേഷൻ നൽകിയതായി കണക്കാക്കാം. അപേക്ഷ നിരസിച്ചാൽ ആ ഉത്തരവ് കിട്ടി 30 ദിവസത്തിനകം രജിസ്ട്രാർക്ക് അപ്പീൽ സമർപ്പിക്കാം. 30 ദിവസത്തിനകം രജിസ്ട്രാർക്ക് അപ്പീൽ കൊടുക്കാം. അപ്പീൽ ലഭിച്ച 60 ദിവസത്തിനകം രജിസ്ട്രാർ അതിന്മേൽ തീരുമാനമെടുക്കണം. ഇങ്ങനെയാണ് ഇതിൻ്റെ സമയപരിധി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതുമായിട്ട് പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻ. കോർപ്പറേഷൻ ബിക്കംസ് എ സ്റ്റേറ്റ് സബ്ജക്റ്റ് ഇൻ ഡാഷ്. അത് ആ ഇയറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സഹകരണ ഒരു സംസ്ഥാന വിഷയമായി തീർന്നു എന്നാണെന്നുള്ളത്. ആൻസർ 1919. ദി അപ്പെക്സ് അതോറിറ്റി ഇൻ ദ സ്റ്റേറ്റ് ഫോർ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് ഡാഷ്. സഹകരണ ഓഡിറ്റിൻ്റെ അപ്പെക്സ് അതോറിറ്റി ആരാണ് എന്നാണ്. ആൻസർ DCA, അതായത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ദി ബുക്ക് പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ വാസ് റിട്ടൺ ബൈ ഡാഷ്. പീപ്പിൾസ് ബാങ്ക് ഫോർ നോർത്തേൺ ഇന്ത്യ എന്ന പുസ്തകം ആരാണ് എഴുതിയത്? ആൻസർ H. ഡൂപ്പർനൈ. ഡാഷ് മോഡൽ സൊസൈറ്റീസ് വെയർ അട്രാക്റ്റഡ് ടു ഫ്രെഡറിക് നിക്കോൾസൺ. ഫ്രെഡറിക് നിക്കോൾസനെ ഏത് സംഘങ്ങൾ, അതായത് മോഡൽ സൊസൈറ്റീസാണ് കൂടുതൽ ആകർഷിച്ചത്? റൈഫീസൺ സൊസൈറ്റിയാണ്. റൈഫീസൺ എന്നുള്ളതാണ് ആൻസർ. റൈഫീസൺ മോഡൽ സൊസൈറ്റീസ് വെയർ അട്രാക്റ്റഡ് ടു ഫ്രെഡറിക് നിക്കോൾസൺ. അതിൽ നിന്നാണ് നമ്മൾ നിക്കോൾസൻ്റെ ഇത് തന്നെ ചോദ്യം വേറെ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫൈൻഡ് റൈഫീസൺ, റൈഫീസനെ കണ്ടുപിടിക്കുക എന്ന് നിക്കോൾസൺ പറഞ്ഞായിട്ട് പറയുന്നുണ്ട്. ഇനി അഗ്രികൾച്ചറൽ ലോൺസ് ആക്ട് ഓഫ് 1884 ഈസ് കോൾഡ് ഡാഷ്. അതിൻ്റെ ആൻസർ തക്കാവി ലോൺസ്
എന്ന് പറയും. 1884 അഗ്രികൾച്ചർ ലോൺ ആക്ടിനെ തക്കാവി ലോൺസ് എന്ന് പറയും. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ഈസ് ഓൾസോ കോൾഡ് ഡാഷ് മാഗ്ലഗൻ കമ്മിറ്റി. The basic concept on cooperation is dash mutual assistance, in which act the societies were classified into rural and urban. ഏത് ആക്ടിലാണ് റൂറലും അർബനുമായിട്ട് സംഘങ്ങളെ ക്ലാസിഫൈ ചെയ്തിരുന്നത്? 1904 ആക്ടിൽ. An introduction statement of an act is called dash. ഒരു നിയമത്തിന്റെ ഇൻട്രൊഡക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്, അതിന്റെ മുഖവുര എന്ന് പറയുന്നത് എന്തിനെയാണ്? പ്രിയാമ്പിൾ. Definitions are given in the KCS Act in dash. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ ഡെഫിനിഷൻസ് ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 2. The last principle for cooperative society is dash. 7 സഹകരണ തത്വങ്ങളാണുള്ളത്. അതിൽ ലാസ്റ്റ് തത്വം, അവസാനത്തെ തത്വം ഏതാണ്? കൺസേൺ ഫോർ ദ കമ്മ്യൂണിറ്റി, സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്നുള്ളതാണ്. കൺസേൺ ഫോർ ദ കമ്മ്യൂണിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ അപ്ലൈയിങ് ഫോർ രജിസ്ട്രേഷൻ നീഡ്സ് ഡാഷ് കോപ്പീസ് ഓഫ് ദ ബൈലോസ് ഓഫ് സൊസൈറ്റി. ഒരു രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബൈലോയുടെ എത്ര കോപ്പികളാണ് വേണ്ടതെന്നാണ് ചോദ്യം. 3 copies of the bylaws. A cooperative society is having separate legal entity and a name and a seal is technically called. ഒരു സഹകരണ സംഘത്തിന് അതിന് ഒരു നിയമപരമായ നിലനിൽപ്പ്, അതുപോലെ ഒരു സ്വന്തമായ ഒരു പേര്, ഒരു പൊതുമുദ്ര, ഇതെല്ലാം ഉണ്ടാകുന്നതിന് ഒരു സാങ്കേതികമായിട്ട് ഒരു വിളിപ്പേരുണ്ട്. എന്താണെന്നുള്ളതാണ് ബോഡി കോർപ്പറേറ്റ് എന്നാണ്. ഏകാംഗ യോഗമാകും. നമ്മൾ സെക്ഷൻ 9 അത് പറയുന്നുണ്ട്, പഠിച്ചിട്ടുള്ളതാണ്. ബോഡി കോർപ്പറേറ്റ്. സെക്ഷൻ 8 ഡീൽസ് വിത്ത്, സെക്ഷൻ 8 എന്തിനെ പറ്റി പറയുന്നു? രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഹു ഈസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ടു ഫ്രെയിം മോഡൽ ബൈലോസ്? മോഡൽ ബൈലോസ് തയ്യാറാക്കുന്നതിനുള്ള അധികാരപ്പെട്ട ആളാരാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഹു കൺവീൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഒരു സഹകരണ സംഘത്തിന്റെ ആദ്യ പൊതുയോഗം ആരാണ് വിളിച്ചു ചേർക്കുന്നത്? ചീഫ് പ്രൊമോട്ടർ. സൊസൈറ്റി ഷാൽ കമൻസ് ഇറ്റ്സ് വർക്കിംഗ് വിതിൻ ഡാഷ് മന്ത്സ് ഓഫ് ഇറ്റ്സ് രജിസ്ട്രേഷൻ. സഹകരണ സംഘങ്ങൾ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എത്ര നാൾക്കകമാണ് പ്രവർത്തനം ആരംഭിക്കേണ്ടത്? 6 months. സെക്ഷൻ 3 ഡീൽസ് വിത്ത്, സെക്ഷൻ 3 എന്തിനെ പറ്റി പറയുന്നു? രജിസ്ട്രാർ. രജിസ്ട്രാറെ പറ്റിയാണ് പറയുക. രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഏത് സെക്ഷനിലാണ് ലിമിറ്റഡ് ലയബിലിറ്റിയെ പറ്റി പറയുക? ഡീൽസ് വിത്ത് ഡാഷ് സെക്ഷൻ. രജിസ്ട്രേഷൻ വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ഡീൽസ് ഇൻ ഡാഷ് സെക്ഷൻ. സെക്ഷൻ 5. രജിസ്ട്രേഷൻ ഈസ് ഡാഷ്. രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി. അതായത് രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി, നോട്ട് ഓപ്ഷണൽ എന്നുള്ളതാണ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ടു ദ സൊസൈറ്റി ഇൻ ഫോം നമ്പർ. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സംഘത്തിന് ഏത് ഫോമിലാണ് കൊടുക്കുന്നത്? ഫോം നമ്പർ 3. റൂൾ 4A റിലേറ്റ്സ്. റൂൾ 4A എന്തിനെ പറ്റിയാണ് പറയുക? ഡ്യൂപ്ലിക്കേറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ. തിരുക്കൊച്ചി സഹകരണ നിയമം ഏത് വർഷമാണ് പാസ്സാക്കിയെന്ന്? 1951. 1951. ദി പ്രസന്റ് നെയിം ഓഫ് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ പേരെന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഹു വാസ് ദ ഫസ്റ്റ് രജിസ്ട്രാർ ഇൻ ട്രാവൻകൂർ സ്റ്റേറ്റ്? ട്രാവൻകൂർ സ്റ്റേറ്റിലെ ആദ്യത്തെ രജിസ്ട്രാർ ആരായിരുന്നു? ശ്രീ സി ഗോവിന്ദപിള്ള. അപ്പോൾ ഈ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ ധാരാളം പ്രാവശ്യം കേട്ട് മനസ്സിലാക്കുക, പഠിക്കുക. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.
എല്ലാവർക്കും നന്ദി.